4-ാം ദിവസം. ധ്യാന വിഷയം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ശക്തിയാൽ സാധിക്കാത്തവ പരിശുദ്ധാത്മ ശക്തിയാൽ നമുക്ക് സാധ്യമാകുന്നു. ഉദാഹരണത്തിന്, പരിശുദ്ധ അമ്മ ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? കന്യകയായ താൻ എങ്ങനെ ഒരു ശിശുവിന് ജന്മം നൽകും? ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മുടെ ചില ബലഹീനതകളെ ജയിക്കുവാനും പുണ്യങ്ങൾ അഭ്യസിക്കുവാനും ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുവാനും സ്വയം സാധിക്കാത്ത നിമിഷങ്ങൾ അനുദിന ജീവിതത്തിലുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സഹായം ലഭിക്കുമ്പോൾ വിജയം വരിക്കാനാവാത്തവയെ ജയിക്കാനും പുണ്യങ്ങൾ പരിശീലിക്കാനും വേഗത്തിൽ കഴിയുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ അവിടുന്ന് പരിഹരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. തണുത്തുപോയതിനെ ചൂട് പിടിപ്പിക്കാനും വഴുതിപ്പോയതിനെ നേരെയാക്കാനും രോഗമുള്ളത് സുഖമാക്കുവാനും കഴിയുന്ന പരിശുദ്ധാത്മാവിനെ അതീവ ഉത്സാഹപൂർവ്വം നമുക്ക് ക്ഷണിക്കാം. ശരണത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സവിശേഷമായി ആത്മശക്തിക്കായും ക്ഷമയെന്ന ദാനത്തിനായും അറിവിൻ്റെ വരത്തിനായും അപേക്ഷിക്കാം. വിശുദ്ധ അഗസ്റ്റിനോട് ചേർന്ന് ഇന്ന് നാം പ്രാർത്ഥിക്കുന്നു. നിത്യദൈവത്തിൻ്റെ സ്നേഹമേ, പരിശുദ്ധാത്മാവേ, സർവശക്തനായ പിതാവിൻ്റെയും അവിടുത്തെ അനുഗ്രഹീത സുതൻ്റെയും പരിശുദ്ധ ഐക്യമേ, സർവശക്തനായ ആശ്വാസക, ദുഃഖിതരെ എത്രയും കാരുണ്യപൂർവ്വം സമാശ്വസിപ്പിക്കുന്നവനെ, അങ്ങയുടെ ശക്തി എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. എൻ്റെ ആത്മാവിലുള്ള പരിത്യക്തമായ ഇരുണ്ട കോട്ടകളെ അങ്ങയുടെ ഉജ്ജ്വല വെളിച്ചം കൊണ്ട് പ്രകാശിപ്പിക്കണമേ. ദീർഘമായ വരൾച്ച കൊണ്ട് വരണ്ടുപോയ എൻ്റെ ആത്മാവിനെ അങ്ങ് സന്ദർശിച്ച് അങ്ങയുടെ അനുഗ്രഹമാകുന്ന മഞ്ഞുകൊണ്ട് അതിനെ ഫലപുഷ്ടമാക്കുക. എൻ്റെ ആത്മാവിൻ്റെ അഗാധങ്ങളെ അങ്ങയുടെ സ്നേഹമാകുന്ന കുന്തം കൊണ്ട് തുളയ്ക്കുക. ക്ഷീണിതമായ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് രക്ഷാകരമായ അഗ്നി കൊണ്ട് അതിനെ ഉജ്ജ്വലിപ്പിക്കുക. എൻ്റെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും അഗാധങ്ങളെ അങ്ങയുടെ അത്യുജ്വല പ്രകാശം കൊണ്ട് ഉദ്ദീപ്തമാക്കുക. അങ്ങയുടെ സൃഷ്ടിയെ ശക്തിപ്പെടുത്തുക. അങ്ങ് ആത്മാവിലേക്ക് വരുമ്പോഴെല്ലാം അവിടെ പിതാവിനും പുത്രനും ഒരു വാസസ്ഥലം തയ്യാറാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ അതിഥിയായി ലഭിക്കുന്നവൻ ഭാഗ്യപ്പെട്ടവനാകുന്നു. അങ്ങ് വഴി പിതാവും പുത്രനും അവനിൽ തങ്ങളുടെ വാസസ്ഥലം ഉറപ്പിക്കുന്നു. ആകയാൽ കഷ്ടപ്പെടുന്ന ആത്മാക്കളുടെ എത്രയും കാരുണ്യവാനായ ആശ്വാസക, എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ രക്ഷക, കഷ്ടതകളിൽ സഹായമേ വരിക. തെറ്റുകളെ കഴുകി ശുദ്ധീകരിക്കുന്നവനെ, മുറിവുകളെ സുഖപ്പെടുത്തുന്നവനെ വരിക. ദുർബലർക്ക് ശക്തിയെ, വീഴുന്നവനെ സമുദ്ധരിക്കുന്നവനെ വരിക. വിനീതരുടെ ഗുരു, അഹങ്കാരികളെ പുറംതള്ളുന്നവനെ വരിക. അനാഥരുടെ സ്നേഹപിതാവേ, വിധവകളുടെ കാരുണ്യവാനായ ന്യായാധിപ വരിക. ദരിദ്രരുടെ പ്രത്യാശയെ, ബലഹീനരുടെ ശക്തിയെ വരിക. നാവികരുടെ മാർഗദർശിയായ നക്ഷത്രമേ, കപ്പൽ നാശം വന്നവരുടെ തുറമുഖമേ വരിക. ജീവിക്കുന്നവരുടെ അന്യാദൃശ സൗന്ദര്യമേ, മരിക്കുന്നവരുടെ ഏക അഭയമേ വരിക. പരിശുദ്ധാത്മാവേ വരിക, എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. അങ്ങയെ ഞാൻ ധരിക്കട്ടെ. കരുണാപൂർവം എൻ്റെ പ്രാർത്ഥന അങ്ങ് ശ്രവിക്കണമേ. ആമേൻ.